ഹായ് ആൾസ് ജാസി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ നല്ല രസമുള്ള ഏരിയയാണ്. കുറ്റൂർ പാടാണ്. അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് സിത്തുവാണ്. പിന്നെ അതുപോലെ തന്നെ മൻസൂറുണ്ട്, നമ്മളെ അടുത്ത കട്ട ഫ്രണ്ട്. അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോകും. എല്ലാതും കിട്ടുമെന്ന് നോക്കുക. വലിയ പ്രതീക്ഷയൊന്നുമില്ല. മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അഗ്രഗണ്യന്മാരാണ്. നമുക്ക് മീൻ അത്ര വഴങ്ങിയിട്ടില്ലെങ്കിലും നമ്മളെ ഫസ്റ്റ് ബ്ലോഗാണ്, ഫിഷിംഗ് ബ്ലോഗാണ്. നമ്മൾ സ്പോട്ടിലേക്ക് നടന്നു പോവാണ്. മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള മീനുണ്ട്. ഇവിടെ കൂരിയുണ്ട്, അതുപോലെ തന്നെ ബ്രാലുണ്ട്. അങ്ങനെ ഒട്ടനവധി ഫിഷിംഗ് ഉണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. തോട്ടിലൊക്കെ നല്ല വെള്ളമാണ്, അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ഏറ്റവും പഴയ പള്ളിയാണിത്. കുറ്റൂർ ദേശത്ത് ഏറ്റവും പഴക്കം ചേർന്നിട്ടുള്ള പള്ളിയാണ്. കുന്നാഞ്ചേരി പള്ളി എന്ന് പറയും. വളരെ ഇപ്പോൾ നല്ല രീതിയിൽ എന്ത് പറയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ആർക്കിടെക്ചറൊക്കെ നല്ല സൂപ്പറായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കൃഷി നശിച്ചു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് പയർ, അങ്ങനെ ഒരുപാട് വെള്ളം കയറിയിട്ട് കണ്ടത്തേക്ക് വെള്ളം നിന്നിട്ട് പയർ കൃഷികളും ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട്. വെള്ളം നല്ല രീതിയിലുണ്ട്. അപ്പോൾ നമ്മളെ ജലീൽ ബ്രോ റൈസും വരുന്നുണ്ട്. ഒരു ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ചൂണ്ടൽ നമ്മൾ എന്ത് ചെയ്യാം, കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈരാണ് ഇതിട്ടിട്ടുള്ളത്, നാഞ്ഞൽ. അപ്പോൾ മണ്ണിരയാണ്. അപ്പോൾ ജലിയിൽ മീൻ പിടിക്കാനുള്ള ഒരു രീതിയിലാണ്. ഇത് ചെറിയ ചൂണ്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ചെറുത്. അപ്പോൾ നമ്മളെ സ്പോട്ട് ഇവിടെ നിന്ന് നല്ല മീൻ അടിച്ചിട്ടുണ്ടായി ഞങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ ചൂണ്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ക്ഷമയോട് വേണം മീൻ പിടിക്കാൻ. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ റിസൾട്ടൊന്നും വന്നിട്ടില്ല. നല്ല ചെറുതായിട്ട് രീതിയിൽ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജലീൽ ബ്രോ ചൂണ്ട കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ നല്ല മീൻ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് കണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇവിടെ മീൻ സ്ട്രൈക്ക് അല്ല ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ സ്പോട്ട് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ഈ പഞ്ചായത്തിൻ്റെ അധികൃതർ ഇവിടെ ഈ തോടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് കല്ല് എല്ലാം ഇത് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പണി പൂർത്തിയാകാത്ത ആയിട്ടില്ല.
അപ്പോൾ ഞങ്ങൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ കുട്ടികൾ ചൂണ്ടയിടുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് മീൻ കിട്ടിയോ? എത്ര കിട്ടി? 2 വലിയ മീൻ കിട്ടിയാ? വലിയ മീൻ കിട്ടിയാ? ഇവിടെ കവറിലാ? ഏതാണ് കവറ്? കുപ്പിയിലാ? മീനുണ്ട്. 2 കോട്ടിയാണ്. നമ്മളെ നാട്ടിലൊക്കെ കോട്ടി എന്നാണ് പറയുക. ചില ഭാഗങ്ങളിൽ ഇതിന് ഊരി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ വല്ലതും കിട്ടിയാ? ഇവിടെ വീഡിയോ ഡൗൺലോഡ് എന്ത് ചെയ്തു എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് മീന് കിട്ടിയിട്ടുണ്ട്. സാധാ കൂരിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട്. കോട്ടിയാണ്. കുഴപ്പമില്ല, ഇത് മീഡിയം സൈസാണ്. ചൂണ്ടൊന്നും കൊത്തിയിട്ടില്ല മൺസൂറിൽ. ചെറുതായിട്ട് കാശ് ചെയ്യുന്നുണ്ട്. അടുത്ത 2 കൂടി കിട്ടിയിട്ടുണ്ട്. അതും ചെറുതാണ്. ചെറുതാണ്, വലിയ ദിവസമൊന്നുമല്ല. അങ്ങനെ പിടിക്കുമ്പോൾ സൂക്ഷിച്ച് പിടിക്കണം. ഇല്ലെങ്കിൽ കയ്യുമ്മിൽ സൈഡ് കുത്തും. വളരെ ശ്രദ്ധിച്ച് ഞാൻ എടുക്കാം. ഓക്കെ, ഇതാണ് കിട്ടിയിട്ടുള്ളത്. മീനെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ തെളിയുള്ള വെള്ളമാണ്. ഇതിൽ ഭൂരിഭാഗം തോട്ടിൽ കോട്ടി, അതുപോലെ തന്നെ പരൽ, സാധാ കടുങ്ങാലി പരൽ, അങ്ങനെയൊക്കെ ഉള്ള മീനുകളാണ് ഉള്ളത്. ഇതും അതുപോലെ തന്നെ കോട്ടിയാണ്. ഇപ്പോൾ 3 മീനായി. ഞാൻ ഒട്ടിക്കുന്ന ചൂണ്ടല്
നാലാമത്തെ മീനാണ് നമുക്ക് കിട്ടുന്നത്. 4ാമത്തെ മീനാണ്. അപ്പം ഞങ്ങൾ 5ാമത്തെ മീനും വേണ്ടിയിട്ട് വേറെ കോർക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്ട്രൈക്ക് ചെയ്യാം. അവിടെ മീൻ കിട്ടിയിട്ടുണ്ട്. ചെറിയ മീനുകളാണ്. സോബയുടെ അപ്പോൾ നമ്മുടെ ഫിഷിങ് വൈൻഡപ്പ് ചെയ്യാണ്. വിചാരിച്ചതുപോലെ മീനുകളൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും നമുക്ക് കിട്ടിയ മീൻ ഞാൻ കാണിക്കാം. കുറച്ച് മീൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ഏതായാലും നിർത്തുകയാണ്. അത്ര റിസൾട്ട് പോരാ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണേ, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. അപ്പോൾ നിങ്ങൾ ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ആളാക്കുക. അപ്പോൾ ഞാൻ വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, സീ യു.